Hello, my beautiful subscribers. Welcome back to my YouTube channel, Ponus Frames. Thank you for your loving and support. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടുള്ള മേക്കപ്പ് വീഡിയോ ഒന്നുമല്ല, ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് വീഡിയോ ആണ്. അതായത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രൈമർ, ഫൗണ്ടേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ നേരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള മേക്കപ്പിന് മുന്നേ ഉള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ആൻഡ് ക്ലെൻസർ ആണ്. ഫേസ് വാഷ് ആൻഡ് ക്ലെൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്താണോ തോന്നുന്നത് ആ ഫേസ് വാഷ് ആൻഡ് ക്ലെൻസർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്തത് ലാക്ടോ കലാമിൻ്റെ ഫേസ് വാഷ് ആണ്. കാരണം വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം വിൻ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് എല്ലാം സ്കിന്നെല്ലാം ഡ്രൈ ആവുന്ന ഒരു സീസണാണ്, ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്ടോ കലാമിൻ്റെ ഫേസ് വാഷാണ്. അത് ഫേസിലെല്ലാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫേസ് എല്ലാം എത്ര ഗ്ലോ ആയിട്ട് എത്ര ഉഷാറായിട്ടിരിക്കാൻ പറ്റും അത് നമുക്ക് ആ ഒരു ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ വിൻ്റർ സീസണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫേസ് വാഷാണ് സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ്. ഇതിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക, ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 2, പാറ്റ് ഡ്രൈ ചെയ്യാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖമൊക്കെ കഴുകി ഫേസൊക്കെ കഴുകി കഴിയുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യും, ടവലോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലവർ ഹാർഷായിട്ട് പെട്ടെന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നവരുണ്ട്, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തെടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് ആ വാട്ടർ കണ്ടന്റ് അബ്സോർവ് ആവുന്നത് തന്നെയാണ് നമ്മുടെ സ്കിന്ന് എത്ര ഗ്ലോ ആയിട്ടിരിക്കും നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ നമ്മൾ വേറെ വൈപ്പൊന്നും ചെയ്യാണ്ട് തന്നെ ജസ്റ്റ് പാറ്റ് ഡ്രൈ അത്ര മാത്രം ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വാട്ടർ കണ്ടന്റ് നമ്മുടെ സ്കിന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് വളരെയധികം നല്ല ഭംഗിയായിട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വൈപ്പൊന്നും ചെയ്യാണ്ട് അതൊന്ന് ഉണങ്ങുന്ന രീതിയിൽ ആ സ്കിന്നിൽ തന്നെ ഒന്ന് ഡ്രൈ ആവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കാരണം പിന്നെ ബിസി പേഴ്സൺസിനെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തെടുക്കുക മാത്രം ചെയ്യുക, ബിസി പേഴ്സൺസിന് മാത്രം. അല്ലാത്തവർക്ക് കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു നിൽക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒന്ന് നോക്കി കണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കുമെന്ന്. ടോണർ ഈസ് വെരി 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 മസ്റ്റ്. കാരണം ടോണർ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്, ടോണർ നിങ്ങൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് എത്രത്തോളം ലെവൽ ഹൈ ആയിട്ട് നിൽക്കുമെന്നറിയും. അപ്പോൾ ആ ഒരു ടോണറിൻ്റെ ഒക്കെ നമുക്ക് വളരെയധികം ഒരു യൂസ്ഫുൾ ആണ് നമ്മുടെ സ്കിന്നിന്. കാരണം ഒന്നാമത്തെ കാര്യം റിങ്കിൾസ് വരത്തില്ല, രണ്ടാമത്തെ കാര്യം സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും, സപ്പിളായിട്ടിരിക്കും, സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ടോണർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ ബേസിക്കായിട്ട് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ടോണർ മാത്രം യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇപ്പം മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിലാണെങ്കിലും നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലാണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾ ടോണർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ എന്ന് പറയുന്നത് അർബൻ ബൊട്ടാണിക്സിൻ്റെ റോസ് വാട്ടർ ആണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ്. കാരണം എൻ്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഞാൻ റോസ് വാട്ടർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് കുക്കുംബറിൻ്റെ ടോണർ കിട്ടും. പിന്നെ കൂടുതൽ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഒരുപാട് ടോണേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്
കുറച്ചുകൂടി നല്ല ടോണർ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്കിന്നിന് റിസൾട്ട് കിട്ടിയതും ഞാൻ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള ടോണറാണ്. റോസ് വാട്ടറിൻ്റെ ടോണർ തന്നെയാണ്. അതും അർബൻ ബൊട്ടാണിക്സിൻ്റെ റോസ് വാട്ടർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റ് ടോണേഴ്സിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ അർബൻ ബൊട്ടാണിക്സിൻ്റെയാണ്. അപ്പം ടോണർ മസ്റ്റായിട്ട് 3rd സ്റ്റെപ്പിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 4th സ്റ്റെപ്പ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ വളരെ വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്സിനെല്ലാം മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യമേ ഹാൻഡിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം സെൻസിറ്റീവ് ആയുള്ള സ്കിൻ ടൈപ്സിനെല്ലാം തന്നെ അലർജി റിയാക്ഷൻസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ സെൻസിറ്റീവ് സ്കിൻ ടൈപ്സ് എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്സിനെല്ലാം തന്നെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഒക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ഇപ്പോൾ വിൻ്റർ സീസൺ മാത്രമല്ല, ഞാൻ ഏതൊരു സീസണിലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. കാരണം ഇതിപ്പം എനിക്ക് വളരെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസറാണ്. കാരണം എനിക്ക് എപ്പോഴും എൻ്റെ സ്കിൻ ഇങ്ങനെ ഓയിലി ആയിട്ട് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ തന്നെയാണ്. പിന്നെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജെല്ലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വാവുൻ്റെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ മോയ്സ്ചറൈസറൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഹാർഷായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഡ്രൈനെസ് ഒന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൈമർ, ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് അത്രയും രീതിയിൽ നല്ല സപ്പിളായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ആ ഫൗണ്ടേഷനും എല്ലാം നമുക്കൊരു ഭംഗിയില്ലാണ്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗിയില്ലാണ്ടൊക്കെ ചിലവർക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഇത്രയും ഈ ഒരു 4 ആയിട്ടുള്ള ഈ ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൈമർ, ഫൗണ്ടേഷനൊക്കെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഫീല് ഉണ്ടാവും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സ്റ്റിൽ ദെൻ ബൈ ബൈ.